ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവവചന ധ്യാനത്തിന് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഒരുങ്ങുകയാണ്. ഓരോ ദിവസവും നമ്മെ ഉദ്യമിപ്പിക്കുന്ന, നമുക്ക് ആത്മീക വീര്യം നൽകുന്ന, നമ്മെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന, ധൈര്യം പകരുന്ന സ്വർഗീയ ദൂതുകൾ പരിശുദ്ധ ദൈവം നമുക്ക് തരുന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ഇങ്ങനൊരവസരം സർവശക്തിയുള്ള ദൈവം നൽകി തരുന്നതിന് ദൈവത്തിന് ഒരുപാട് സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും അറിയിക്കുന്നു. സന്തോഷത്തോടെ ഈ ദിവസത്തേക്കുള്ള ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങട്ടെ. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 25-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് ഉഴവുപൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പ് അതിൻ്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? ഒന്നുകൂടെ വായിക്കാം. നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴവുപൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പ് അതിൻ്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? യെശയ്യാ പ്രവചനത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ, അഥവാ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഭാഗത്ത് പരാമർശിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്നും ആ ദൈവം പ്രകൃതിയിൽ നിന്ന് പല കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും മനുഷ്യനെ ഈ പ്രകൃതിയോട് ഇണക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിർവഹിപ്പാൻ മനുഷ്യന് ദൈവം ജ്ഞാനവും വിവേകവും ബോധവും എല്ലാം കൊടുത്ത് ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരിയായി ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ മനുഷ്യന് കൊടുത്തിട്ട് മനുഷ്യനെ കൊണ്ട് വിതച്ചും കൊയ്തും പാകപ്പെടുത്തിയൊക്കെ ക്രമീകരിക്കുന്ന ഈ പദ്ധതി, ഇതിൻ്റെ പുറകിലെ സൂത്രധാരകനും ദൈവമാണ് എന്ന ധ്വനി വരുന്ന ഭാഗങ്ങളാണ് ഈ യെശയ്യാ പ്രവചനത്തിലെ 28-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം എഴുതിയിരിക്കുന്നത്. ഇത് ആത്മീക വൽക്കരിക്കപ്പെടേണ്ടതിനാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഈ പ്രപഞ്ചത്തിൽ വിതയ്ക്കുന്നവനെക്കുറിച്ച്, ഓരോരോ വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ച് അതതിൻ്റെ നിലവാരത്തിൽ എങ്ങനെയാണത് വിതയ്ക്കുന്നത്, ഫലമെടുക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് എഴുതിയിരിക്കുന്നത്. നമ്മളതിനെ ആ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇന്നൊരു ആത്മീക സത്യം പറയാൻ ഞാൻ ഈ ഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ പ്രകാശനത്തിന് വിധേയപ്പെടുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി, പലതരം വിത്തുകൾ വിതയ്ക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ ഒരുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട വിത്തുകളാണ്. ഏതൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? കരിഞ്ജീരകം, ജീരകം, ഗോതമ്പ്, യവം, ചെറുഗോതമ്പ്, ഇത്രയും വിത്തുകളാണ്. ഈ വിത്തുകളെല്ലാം വിതയ്ക്കുന്നതിന് ഓരോരോ സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ നിർണയിച്ചിട്ടുണ്ട്. കരിഞ്ജീരകം വിതയ്ക്കുകയാണ് അതിൻ്റെ സ്ഥലത്ത്, ജീരകം വിതറുകയാണ്, ഗോതമ്പ് ഉഴവ് പൊളിയിൽ ഇടുകയാണ്, പിന്നെ ചെറുഗോതമ്പ് അതിൻ്റെ അറ്റത്തിടുകയാണ്. അതിനിടയിൽ യവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. യവം അതിനുള്ള സ്ഥലത്ത്. ഇവിടുത്തെ പ്രത്യേകത, നിങ്ങൾ ഈ വിത്തിനെ എല്ലാം ശ്രദ്ധിച്ചോ? എല്ലാം ചെറിയ വിത്തുകളാണ്. എന്നാൽ ചെറിയ വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് യവം. ചെറിയ തരിതരുവായിരിക്കുന്ന യവം. ആ യവം ഈ വിത്തുകളിൽ വെച്ച് ഏറ്റവും ചെറുതാണ്. പക്ഷെ ആ യവം അതിനുള്ള സ്ഥലത്ത് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിനർത്ഥം എത്ര വലിയ വിത്തുകൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിലും വിത്തുകളുടെ ഇടയിലെ ഏറ്റവും ചെറിയ വിത്തായിരിക്കുന്ന യവം, ആ യവത്തിനും ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ അതിനുള്ള ഒരു സ്ഥലമുണ്ടെന്ന്. ഏറ്റവും ചെറുതാണെങ്കിലും ഈ ഭൂമിയിൽ
ഇവരുടെയൊക്കെ ഇടയിൽ, ഈ വലിയ വിത്തുകളുടെയൊക്കെ ഇടയിൽ അവർക്ക് ഉഴവുപൊളിയുണ്ട്, അതിനങ്ങ് അറ്റത്തോ മൂലയിലൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിലെല്ലാം യവത്തിനും അതിനുള്ള സ്ഥലം എന്നെഴുതിയിരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു ഗുണപാഠം നമ്മുടെ ധൈര്യത്തിന് വേണ്ടി പറയാം. ഈ മണ്ണിലെ ഏറ്റവും കണ്ണിലിട്ടാ കരികരിക്കുന്ന പോലത്തെ ചെറിയ വിത്തായിരിക്കുന്ന യവത്തിനും ഈ ഭൂമിയിൽ ആ യവത്തിന് അതിൻ്റെ ഒരു സ്ഥലമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ആരൊക്കെ കൈവശം വച്ചാലും, ഈ ഭൂമി ആരുടെയൊക്കെ ആണെന്ന് പറഞ്ഞാലും, വൻപന്മാരും ശക്തന്മാരും എല്ലാം വളച്ചു കെട്ടി എന്തൊക്കെ ചെയ്താലും, ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പദ്ധതിയിൽ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജന്മം തന്നൊരു കൊച്ചു മനുഷ്യനാണെങ്കിൽ പോലും, ഒരു യവത്തോടത്തോളം ഉള്ളെങ്കിൽ പോലും, അവർക്കും ഇവിടെ അവരുടേതായൊരു സ്ഥലമുണ്ട്. കാരണം ഭൂമി ദൈവത്തിൻ്റെയാണ്. ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുക, ഏതെങ്കിലും ജന്മിമാർക്കല്ല, മുതലാളിമാർക്കല്ല, വലിയ കമ്പനി മൾട്ടിനാഷണൽ കമ്പനിക്കാർക്ക് കൊടുത്തെന്നല്ല, മനുഷ്യർക്ക് കൊടുത്തിരിക്കുക. അപ്പം ദൈവം മനുഷ്യനായി ഭൂമിയിൽ സൃഷ്ടിക്കുന്ന ഏതൊരുത്തനും അവൻ്റെ ആയുഷ്കാലത്ത് ഈ മണ്ണിൽ സ്പേസുണ്ട്, സ്ഥലമുണ്ട്. ഞാൻ പറയുന്നത് 2.5 സെൻറ്റ് ഒരു വീട് വയ്ക്കാൻ വേണ്ടി കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമല്ല കേട്ടോ. അതും ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഈ വാക്യമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ, സ്വർഗസ്ഥനായ ദൈവം ഇതൊക്കെ പരിഗണിക്കാതിരിക്കുകയില്ല. എല്ലാവർക്കും സ്ഥലമുണ്ടല്ലോ ദൈവമേ. യവത്തിനും അതിൻ്റേതായ ഒരു സ്ഥലം ഈ വാക്യത്തിൽ കണ്ടല്ലോ ദൈവമേ. അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ മണ്ണിൽ എവിടെയെങ്കിലും കാല് വയ്ക്കാൻ, ഒരു കൂര വയ്ക്കാൻ, ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ, ദൈവമേ എനിക്കും ഉപജീവന മാർഗത്തിന് വേണ്ടി, ഒരു തൊഴിലിന്, ഒരു ജോലിക്ക് എനിക്കും ഒരു സ്ഥലം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണും. അതിനുള്ള സ്ഥലത്ത് തന്നെ ദൈവം അത് ക്രമീകരിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാം, കർത്താവ് ഇവിടെ ഒരു ജന്മം തന്നിട്ട് സ്ഥലമില്ലാതെ തിങ്ങി ഞെരുങ്ങി നമുക്ക് തോട്ടി ചാടേണ്ടതും ആറ്റിപ്പോകേണ്ടതും വരികയില്ല. മനുഷ്യർക്ക് ഈ പ്രപഞ്ചമുള്ള കാലത്തോളം അവരവർക്ക് ജീവിക്കാൻ, വളരാൻ, അതിനൊക്കെയുള്ള സ്ഥലം ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുസന്നിധിയിൽ ഇന്ന് ഞാൻ നിങ്ങളോടിത് പറയുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രത്യേകത, ഈ ദൈവത്തിൻ്റെ പദ്ധതി നോക്കുമ്പോൾ ദൈവം എല്ലാത്തിനും സ്ഥലം ദൈവം തന്നെ ക്രമീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്ന സമയത്ത് ഇസ്രായേൽ പാളയമടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമാഗമന കൂടാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് 12 ഗോത്രങ്ങൾക്കുള്ള സ്ഥലം ദൈവമാണ് നിശ്ചയിച്ചത്. ആർക്കും സ്ഥലമില്ലാതെ പോകില്ല. അവരവരുടെ പ്രാധാന്യമനുസരിച്ച് ആ കൂടാരത്തെ ചുറ്റിപ്പറ്റി അവരവർക്ക് സ്ഥലം നിർണയിച്ചത് ദൈവമാണ്. സമാഗമന കൂടാരത്തിനകത്തേക്ക് നോക്കി, ചെറുതും വലുതുമായിരിക്കുന്ന പല ഉപകരണങ്ങളുണ്ട്. ഓരോ ഉപകരണത്തിൻ്റെ ദൗത്യവും അതിൻ്റെ പ്രാധാന്യവും അനുസരിച്ച് ദൈവമാണ് അതിനകത്ത് ഓരോന്നിനും സ്ഥലം നിർണയിച്ചത്. ദൈവം തമ്പുരാൻ ഉള്ളിടത്തോളം കാലം എത്ര ചെറിയ സാധനത്തിനും ഇവിടെ സ്ഥലമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരടയാളമായി പറഞ്ഞിരിക്കുന്ന വസ്തുതയാണെങ്കിലും, മഹാസർപ്പം ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സംഭവം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിൽ അവൾക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ ദൈവം അവളെ അനുവദിച്ചു, അതിന് ക്രമീകരണം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് 12:14. അപ്പോൾ ഉപദ്രവിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ ആ സ്ത്രീക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കല്ല, അവൾക്കുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ അവൾക്കും ഈ മണ്ണിൽ സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളിതുവരെ സെറ്റിലായിട്ടില്ലേ?
നിങ്ങളുടെ കുഞ്ഞ് എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ലേ? എല്ലാവരും പഠിച്ചൊരു കര പറ്റി, എനിക്ക് മാത്രം ഈ മണ്ണിലൊരു സ്ഥലമില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് കാലുകുത്തി നിൽക്കാനല്ല. നീ ഒരു ജോലി ചെയ്യണം, നീ ഒരു സ്ഥാപനത്തിൽ പോകണം, നീ ഒരു കസേരയിട്ട് ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കണം, വേണ്ടേ? അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ബ്രദർ, എല്ലാവർക്കും ഇവിടെ സ്ഥലമുണ്ട് സിസ്റ്റർ. നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ട്. നിനക്ക് വീടില്ലേ? ദൈവമായ കർത്താവ് ഒരു വീടിനുള്ള സ്ഥലം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമല്ലേ? ആ പാദപീഠത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ, എല്ലാവർക്കും വളരാൻ, എല്ലാവർക്കും മാനിക്കപ്പെടാൻ, എല്ലാവർക്കും സ്വതന്ത്രമായി നിലനിൽക്കാൻ ദൈവം ഇവിടെ കൊച്ചു യവത്തിന് പോലും അതതിൻ്റെ സ്ഥലം ഈ മണ്ണിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരായുസ് തികയ്ക്കാൻ ആരെ ആശ്രയിക്കേണ്ട? ഏതോ ഒരു സ്ഥലം കരുതാനും കാക്കാനും സൂക്ഷിക്കാനും വെള്ളം തരാനും ആഹാരം തരാനും ജോലി ചെയ്യാനും വിതയ്ക്കാനും കൊയ്യാനും പണിയെടുക്കാനും വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ഈ ഭൂമിയിൽ മനുഷ്യനാണെങ്കിൽ ദൈവം അത് കരുതിയിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ മക്കളും ഭക്തിയുള്ളവരും ദൈവത്തെ അപ്പനായി കാണുന്നവരൊക്കെയാണ് നമ്മളെങ്കിൽ, നിങ്ങളെങ്കിൽ നിശ്ചയമായും അതിൻ്റെ കരുതൽ കൂടുതലായിരിക്കും കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കുള്ള സ്ഥലം, ഇത് മാർച്ച് 31 ഈ മാസം, ഈ സാമ്പത്തിക വർഷം തീരുകയാണ്. ഏപ്രിൽ 1 കിടക്കുകയാണ് നാളെ മുതൽ. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വചനം വെച്ച്, എനിക്കുള്ള സ്ഥലം, ഞാനവിടെ ജോലി ചെയ്യണ്ടേ, ഞാനവിടെ വളരണ്ടേ, ഞാനവിടെ എസ്റ്റാബ്ലിഷ് ആവണ്ടേ, ഞാനവിടെ സക്സസ് ആകണ്ടേ, ആ സ്ഥലം എന്നെ ഏപ്രിൽ മാസത്തിൽ കാണിച്ചു തരണേ, എന്നെ അവിടെ എത്തിക്കണേ. കൊച്ച് യവത്തിനും അതിൻ്റെ സ്ഥലം കൊടുത്ത ദൈവമേ, എനിക്കും ഒരു സ്ഥലം തരണേ. ഒന്ന് പ്രാർത്ഥിക്ക്. വലിയ വാക്യമൊന്നുമല്ല ഇത്, പക്ഷേ ഇതൊരു പ്രകാശനമാണ്. വിശ്വസിക്ക്. ആ സ്ഥലത്തേക്ക് പോകാൻ വെളിപ്പാട് 12:14 ആ സ്ത്രീക്ക് കിട്ടിയതുപോലെ 2 ചിറക് കിട്ടിയാലോ? അവിടെ എത്തിക്കൂടെ? നിന്നുകൂടെ? ജീവിച്ചുകൂടെ? ആരെ ആശ്രയിക്കണ്ടല്ലോ, ഇനി കടം മേടിക്കണ്ടല്ലോ. നിനക്കൊരു സ്ഥലമുണ്ട്. അവിടെ പോയി നീ സക്സസ് ആകുക, വിജയിക്ക്, വിജയതാരമാകുക. കർത്താവിൽ ആശ്രയിക്ക്, പ്രാർത്ഥിക്ക്, ഈ ദൂത് മുറുകെ പിടിക്ക്. ഏപ്രിൽ സംഭവിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹത്തിൻ്റെ അധിപതിയെ, ഞങ്ങൾക്കൊരു ജന്മം തന്നിട്ട് സ്ഥലം തരാത്തവനല്ല ദൈവം. ഓരോരുത്തരും വളരാനും പഠിക്കാനും ഉയരാനും ഒക്കെ ഫലം കായ്ക്കാനും എല്ലാവർക്കും ഇവിടെ സ്ഥലമുണ്ട്. നാഥ, അത് കണ്ടെത്താതെ പോയ, കയ്യിൽ കിട്ടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്ക് കേട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ അവർക്കുള്ള സ്ഥലം ദൈവം അവർക്ക് പതിച്ചു കൊടുക്കണം. അവിടെ അവർ വളരട്ടെ. ഒരു വീട് വയ്ക്കാനുള്ളവർ, ഒരു ജോലി കിട്ടാനുള്ളവർ, രാജ്യത്തിൻ്റെ അതിർത്തികൾ തുറന്ന് നല്ല രാജ്യങ്ങളിലെത്താനുള്ളവർ, അപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ളവർ, എല്ലാവർക്കും അവരവരുടെ സ്ഥലം പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അവകാശമാക്കി കൊടുക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.